ഇതിന്റെ അപ്പുറം കാണാതെ ആകുമ്പോൾ പന്നി ഇവിടെ എത്തുമ്പോഴേ കാണുള്ളൂ, പിന്നെ പന്നി ഇടിക്കല്ലാതെ മാർഗമില്ലല്ലോ. അതുകൊണ്ടാണ് രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കണം എന്ന് പറയുന്നത്. ഈ പറയുന്ന സൈഡിൽ നിന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് കാഴ്ച കിട്ടില്ല. മറ്റൊന്ന്, വണ്ടി ഓടിക്കുമ്പോൾ കണ്ട കാഴ്ചകളെല്ലാം തലച്ചോറിൽ കിട്ടില്ല. ഒരു കണ്ണ് ഒരുപാട് കാഴ്ച കാണും. നമ്മൾ എത്ര സ്പീഡ് പോയാലും നിങ്ങൾക്ക് കുറേ എണ്ണം കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് 2 3 അല്ലെങ്കിൽ ഒരു വളരെ കുറഞ്ഞ കാഴ്ച മാത്രമേ തലച്ചോറിലെത്തുള്ളൂ. ബാക്കി കാഴ്ചയെല്ലാം തലച്ചോറ് സ്കിപ്പ് ചെയ്യും. ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും, ചെറിയ വാഹനങ്ങൾ ശ്രദ്ധയിൽ പെടാതെ പോകുന്നത് കണ്ണിന്റെ പരിമിതി കൊണ്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ എന്ന് പറയുന്നത് പ്രാധാന്യമാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കുറെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, കേൾവിക്ക് പരിമിതിയുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വേഗതയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 50 കിലോമീറ്ററാണ് വേഗത തന്നിട്ടുള്ളൂ, 50-ൽ കൂടുതൽ വേഗത തന്നിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ പരിശോധനയ്ക്ക് വരുമ്പോൾ മാത്രമാണ് അത് നമ്മൾ ഉറപ്പുവരുത്തുന്നുള്ളൂ. ബാക്കി മുഴുവൻ സമയവും നിങ്ങളുടെ വേഗത 50 ആണെന്ന് ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ 50 എന്ന് പറയുന്ന വേഗതയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട്. എന്താണ്? നമ്മുടെ എല്ലാ വേഗതകൾക്കും ഓരോ പ്രത്യേകത. അവിടെ എത്ര വേഗത? എത്ര സ്കൂളിന്റെ അവിടെ വേഗത? അവിടെ ബോർഡില്ലേ, മാൻഡേറ്ററി ബോർഡില്ലേ, 30 അല്ലേ? 30 സ്കൂളിൽ വേഗത. അത് 30 ആവാനുള്ള ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കിലോമീറ്ററിനെ സംബന്ധിച്ച് ഒരാളെ ഇടിച്ചാൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത, ജീവനോടെ രക്ഷപ്പെടാനുള്ള സാധ്യത 85%. മരണപ്പെടാനുള്ള സാധ്യത 15 മാത്രമാണ്. അപ്പൊ സ്കൂളിന്റെ അവിടെ എപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഒരുപാട് സ്കൂളിന്റെ മുന്നിൽ അപകടങ്ങൾ നടന്നിട്ടുണ്ട്, കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഒരു വാഹനം ഒരാളെ ഇടിച്ചാൽ അദ്ദേഹം മരിക്കാതിരിക്കാൻ സാധ്യത ഏറ്റവും കൂടിയ ഒരു നല്ല വേഗതയാണ് 30. വിദേശ രാജ്യങ്ങളിൽ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ ഐ ലവ് 30 എന്നാണ്, 30-നെ സ്നേഹിക്കൂ എന്നാണ്. നിങ്ങൾ 30-ൽ ഓടിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമായി 30-ൽ ഓടിക്കുന്നത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ബാക്കിയൊക്കെ വേഗത എത്ര കൂട്ടിയാലും നമ്മൾ സ്കൂളിന്റെ അവിടെ 30 എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. സ്കൂളിന്റെ അവിടെ കുട്ടികൾ അപ്രതീക്ഷിതമായി ഓടി വരാം, നിങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പെടാം. ആ വണ്ടി തട്ടിയാലും ആ കുട്ടിയെ നമുക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് 50 ആയാൽ ഈ ശതമാനം നേരെ വിപരീതമാണ്. അതായത് 85% ആള് മരിക്കും. രക്ഷപ്പെടാനുള്ള സാധ്യത വെറും 15 അതുകൊണ്ട് സ്കൂളിന്റെ അവിടെ 30 എന്നുള്ളതിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ എല്ലാ ദിവസവും സ്കൂളിന്റെ അവിടെ വണ്ടി ഓടിക്കുന്ന ഒരേ ഒരാളുകൾ ആരേ ഉള്ളൂ? നിങ്ങളേ ഉള്ളൂ. നമുക്ക് എന്നും രാവിലെ വൈകിട്ടും സ്കൂളിന്റെ അവിടെയാണ് അല്ലേ? നമ്മളവിടെ അത്ര തന്നെ ആയിരിക്കും ഓടിക്കുന്നത്. നമ്മുടെ പരമാവധി വേഗത 50 പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ചില സമയത്ത് നമ്മുടെ സ്പീഡ് ഗവർണർ, ഒരു സെൻസർ പോയാൽ മതി, ഒരു മഴയിൽ നനഞ്ഞാൽ അതിന്റെ സ്പീഡ് ഗവർണർ പോയി. പക്ഷെ എന്നാൽ പോലും അത് നമുക്ക് 50-ന് മുകളിൽ ഓടിക്കാനുള്ള ഒരു അവസരമല്ല, മറിച്ച് എന്താണ്, സ്പീഡ് ഗവർണർ അല്ല, നമ്മൾ വളരെ ബുദ്ധിയും ബോധമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് അതിന് മുകളിലൊന്നുമില്ലല്ലോ. നമ്മൾ 50-ലേ ഓടിക്കൂ എന്ന് നമ്മൾ തന്നെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്പീഡ് ഗവർണറിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം നമ്മളെ ഈ പറയുന്ന സുരക്ഷയ്ക്കാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? മാൽപ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന 30 എന്ന് പറയുമെങ്കിൽ നിങ്ങൾക്ക് 30 തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല വേഗത. ഇനി അത് 30-ൽ പറ്റാത്ത ചില നല്ല സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് 50 വരെ പോകാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട, 50 എന്ന് പറഞ്ഞ് ഫിറ്റ് ചെയ്തിട്ടുള്ള എന്തിനാണ്? 50-ൽ ഓടിക്കാനൊന്നുമല്ല. എന്താണ്? മാക്സിമം 50 വരെ പോകാം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ 30-ൽ ഓടിക്കേണ്ടെന്ന് അതിനർത്ഥമില്ല. നിങ്ങൾ 30-ൽ തന്നെയാണ് ഓടിക്കേണ്ടത്. വേഗത കുറച്ച് തന്നെയാണ് ഓടിക്കേണ്ടത്. വേഗത കുറച്ച് ഓടിക്കുമ്പോൾ നമുക്ക് എന്ത് മതി? വളരെ ടെൻഷൻ കുറവായിരിക്കും. നിങ്ങൾക്ക് വേഗത കൂട്ടുന്തോറും അത്രയും കാഴ്ചകൾ നമ്മൾ തലച്ചോറിൽ പ്രോസസ്സ് ചെയ്യണം, അത്രയും ചിന്ത കൂട്ടണം, അത്രയും ടെൻഷൻ നമുക്ക് കൂടും. 30-ലൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യക്കാരൊക്കെ മുന്നോട്ട് കയറിപ്പോയിക്കോളും. നിങ്ങൾ കുറച്ച് വൈകുന്നേ ഉള്ളൂ, എന്നാലും പോലും നമുക്ക് അതിനുള്ള ദൂരമല്ലേ ഓടിക്കാനുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സുരക്ഷിതമായി രാവിലെ നമ്മളെ ഏൽപ്പിച്ചവരെ തിരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചില്ലറക്കാരല്ല. നമ്മുടെ നാടിനെ നാളെ മുന്നോട്ട് നയിക്കേണ്ട ആളുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നമ്മൾക്ക് സാധിക്കാത്തത് അവരിലൂടെ നമുക്ക് സാധിപ്പിക്കാം. നിങ്ങൾ കൊണ്ടുപോയ ആളുകൾ നാളെ കലക്ടറോ അല്ലേ അതിൻ്റെ അപ്പുറമോ ഒക്കെ എത്തിച്ചേരാനുള്ളവരാണ്. അവരെ നമ്മൾ അകാലത്തിൽ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 30-നെ ഈസി ആയിട്ട് കൊണ്ട് നടക്കാം നിങ്ങളുടെ കൂടെ. പിന്നെ വേഗത കൂടാതെ നേരത്തെ പറഞ്ഞ
അല്ലെ? മൊബൈൽ ഫോൺ. അതിനെ മൊത്തത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളെ മൊത്തത്തിൽ പറയുന്നത് ഡിസ്ട്രാക്റ്റീവ് ഡ്രൈവിംഗ് എന്നാണ്. അതായത് ഡ്രൈവിങ്ങിലെ ഡിസ്ട്രാക്ഷൻ, വ്യതിചലനം. നമുക്ക് കൈ വേണം വണ്ടി ഓടിക്കുമ്പോൾ അല്ലേ? കൈ ഡ്രൈവിംഗ് ഹാൻഡ് സ്റ്റിയറിംഗിൽ വേണം, കാല് ബ്രേക്കിലും ആക്സിലേറ്ററിലും ക്ലച്ചിലുമായിട്ട് വേണം, കണ്ണ് റോഡിൽ വേണം അല്ലേ? കേൾവി നമ്മുടെ പരിസരത്ത് വേണം. അപ്പോൾ ഒരു അവയവത്തിനെയും നമുക്ക് എന്ത് ചെയ്യാനില്ല, സ്പെയർ ചെയ്യാനില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, പാട്ടുപെട്ടിയുണ്ട്, കുടിവെള്ളമുണ്ട്, സ്നാക്സ് ഉണ്ട്, ചുറ്റുമുള്ള കാഴ്ചകളുണ്ട്. അപ്പം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് സാമഗ്രികൾ നമ്മുടെ വാഹനത്തിനകത്തും പുറത്തും ഉണ്ട്. അപ്പോൾ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ ഫോണ് എടുക്കണോ എടുക്കണ്ടേ അതിലേക്ക് പോവാം. ഫോണിൽ മെസ്സേജ് വരുന്ന സമയമുണ്ട് അല്ലേ? അതുപോലെ തന്നെ ചുറ്റുമുള്ള കാഴ്ചകളിൽ പലതരത്തിലുള്ള കാഴ്ചകളുണ്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ. അപ്പൊ ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ഡ്രൈവിംഗ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗിൽ നിന്നുള്ള വ്യതിചലനം. ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു വ്യതിചലനമാണ് മൊബൈൽ ഫോൺ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട 3 ഡിസ്ട്രാക്ഷനും അതിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രധാന ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാഴ്ച, നമ്മൾ തിരിഞ്ഞു ആ റോഡിൽ നിന്നുള്ള കാഴ്ച വേറൊരു ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കാഴ്ച നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആയി അല്ലെ? കാഴ്ച പോയി. ആ മുന്നിലേക്കുള്ള കാഴ്ച അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കാഴ്ച പോകും. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്താൽ പോകും. ഫോണിലെ മെസ്സേജ്, നമ്മൾ ഫോൺ വിളിക്കുന്നതിനേക്കാൾ അപകടമാണ് ടെക്സ്റ്റിംഗ്. നമ്മൾ അതിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് ഫോൺ വിളിക്കുന്നതിനേക്കാൾ അപകടമാണ്. കാരണം കാര്യമായി നമ്മുടെ കണ്ണ് ഫോണിലേക്ക് പോയി. പിന്നെ മറ്റൊന്ന്, ഫോണ് കൈ പിടിച്ചിട്ടാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ ഒരു കൈ സ്റ്റിയറിംഗിൽ നിന്ന് പോയി അല്ലേ? ഒരു കൈ സ്റ്റിയറിംഗിൽ നിന്ന് പോയില്ലേ? ഇപ്പം നമ്മൾ ഒരു ഈച്ചയോ കൊതുവോ നമ്മുടെ ചുറ്റും പാറിയാൽ അതിനെ പിടിക്കാൻ പോയാലും എന്ത് പോയി? ഒരു കൈ ഹാൻഡിൽ നിന്ന് പോയി. അത് നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ ആണ്, നമ്മുടെ കൈ അതിൽ നിന്ന് പോവുക എന്നുള്ളത്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്ത്? മെന്റൽ ഡിസ്ട്രാക്ഷൻ, നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ ആ റോഡിൽ നിന്ന് പോവുക എന്നുള്ളത്. ഫോൺ വരുമ്പോൾ ഇത് 3ഉം പോവും അല്ലേ? ഫോണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ പോവും, ഫോണിലൊക്കെ ഇതിലേക്ക് പോകും അല്ലെ? ഒരു കൈ എടുത്തിട്ട് വെച്ചാൽ ആ കൈ പോവും. പിന്നെ എങ്ങനെയാണ് കാഴ്ച പോകുന്നത്? കാഴ്ച പോവും. നമ്മൾ മുന്നിലേക്ക് നോക്കിയിട്ട് തന്നെയല്ലേ ഫോണിൽ സംസാരിക്കണേ. കാഴ്ച എങ്ങനെ പോവാ? കാഴ്ച എങ്ങനെ പോവാ? നമ്മൾ മുന്നിലേക്ക് നോക്കിയിട്ട് തന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാഴ്ച എങ്ങനെയാണ് ഫോൺ വിളിക്കുമ്പോൾ പോകുന്നത്? അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത്, ഡ്രൈവിങ്ങിന്റെ സയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേൾവിയാണെങ്കിലും നമ്മുടെ കാഴ്ചയാണെങ്കിലും ഒക്കെ ആരുടെയും കൂടിയാണ്, തലച്ചോറിന്റെയും കൂടിയാണ് അല്ലെ? കണ്ണിന് ഒറ്റയ്ക്കായിട്ട് കാഴ്ചയില്ല, ചെവിക്ക് ഒറ്റയ്ക്കായിട്ട് എന്തില്ല, കേൾവിയും ഇല്ല അല്ലെ? പിന്നെ എന്തിനാണ് ഞാനിപ്പോ വേറെ ഏതെങ്കിലും ഭാഷയിൽ, ഇപ്പൊ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഉറുദുവിലൊക്കെ ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കും, അതുകൊണ്ട് കാര്യമുണ്ടോ? അത് മനസ്സിലാവില്ല. എന്തുകൊണ്ടാ? ചെവി കൊണ്ട് കേട്ടത് കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മുടെ തലച്ചോറിന് ഈ കാര്യം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് കേൾവിയാവുന്നുള്ളൂ. അതുപോലെ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ട് കാര്യമില്ല. പിന്നെന്താ വേണം? ആ കാഴ്ച തലച്ചോറിൽ എടുക്കണം. അപ്പൊ നിങ്ങൾ ഫോണിൽ നിങ്ങളുടെ അയൽവാസി ആക്സിഡന്റ് ആയിട്ട് ICUവിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ തലച്ചോറ് കേൾക്കുക ഏതാ അല്ലെങ്കിൽ കാണുക ഏതാ? ആ സംഭവങ്ങളാണ് അല്ലെ? തലച്ചോറിന് ഒരു സമയം ഒരു പ്രവൃത്തി മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ കേൾക്കും അല്ലെങ്കിൽ കാണും. അത് മാത്രം അത് പ്രോസസ് ചെയ്യും. അതിലേതാണോ പ്രധാനപ്പെട്ടത് അതാണ് അവൻ സ്വീകരിക്കുക. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഫോണിൽ കേൾക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് പോവും. ഇവിടേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ ഇവിടെ വല്ലവനും നമ്മുടെ വണ്ടിയുടെ അടിയിൽ പെടണം. മനസ്സിലായോ? വണ്ടിയുടെ എവിടെയെങ്കിലും പോയി നമ്മൾ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തും. പക്ഷെ അതുവരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഈ വാഹനം ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ചും EIV പോലുള്ള വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ഡിസ്ട്രാക്ഷന് സാധ്യതയില്ല. അത് പരമാവധി ഒഴിവാക്കുക. വെള്ളം കുടിക്കൽ പോലും നമ്മൾ ആ സമയത്ത് ഒഴിവാക്കുക. ഫോൺ എടുക്കലും ഒഴിവാക്കുക. അത് നമ്മൾ ശീലമാക്കുക. പുതിയ അധ്യയന വർഷത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ദുശ്ശീലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുൻപ് ഫോൺ നോക്കുക. അത് സൈലന്റ് മോഡിലേക്ക് മാറ്റി നിങ്ങൾ എവിടെയെങ്കിലും കുറച്ചധികം ഹാൾട്ടിങ് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും എടുത്ത് നോക്കുക. ഇത് ആക്റ്റീവ് മോഡിലാണെങ്കിൽ ബെല്ലടിക്കുന്നതും ഒക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കഴിയുന്നത് നമ്മുടെ ആ ടൈം അങ്ങനെ തന്നെ എടുക്കാതെ. അപ്പോൾ ആളുകൾ ആ സമയത്ത് കുറച്ച് സമയമല്ലേ ഉള്ളൂ, നമുക്ക് രാവിലെയും വൈകിട്ടുമുള്ള ആ ഒരു സമയമുള്ളൂ. ആ സമയം നമ്മൾ ഫോൺ മാനേജ് ചെയ്യാൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. മറ്റൊരു പ്രശ്നം, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യവശം എന്ന് പറയുന്നത് ആ വണ്ടിയിലുള്ള മുഴുവൻ കുട്ടികളും തെറ്റിദ്ധരിക്കുമെന്ന്
ഇതൊരു കഴിവാണ്, അതായത് വണ്ടി ഓടിക്കുന്നതിനൊപ്പം തന്നെ ഫോൺ വിളിക്കുക എന്നുള്ളത് ഒരു സ്കില്ലാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് നമ്മൾ ചെയ്യരുത്. വണ്ടി ഒതുക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫോൺ സംസാരിക്കും. അപ്പോൾ ഡിസ്ട്രാക്ഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഡ്രൈവിങ്ങിൻ്റെ അപാകത. പിന്നെന്താണ്? പിന്നെ ഓവർടേക്കിംഗ് ആണ് അല്ലേ, മറികടക്കൽ എങ്ങനെ അപകടമാവുന്നത്? ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്സിഡന്റ് വരുന്നത് ഓവർടേക്കിങ്ങിലാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഓവർടേക്കിങ്? ഇതിന് സാധാരണ ഓവർടേക്കിങ്ങിന്റെ ദുരന്തം പറയാൻ ഞാൻ നമ്മുടെ കൊല്ലങ്കോട് നടന്ന ഒരു ആക്സിഡന്റ് പറയാറുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടി, ഭാര്യ ഗർഭിണിയായതിന്റെ പൂജ നടത്താൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാറിൽ, വാടകയ്ക്ക് വാങ്ങിയ കാറാണ്. ഇവരൊരു ലോറിയുടെ പിറകിൽപ്പെട്ടു. അങ്ങനെ ലോറിയുടെ പിറകിൽപ്പെട്ടാൽ പോവാൻ ബുദ്ധിമുട്ടാണ്. സിമെന്റ് ലോറി എന്താണ്, വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാലത്തിൽ വെച്ച് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇദ്ദേഹം വളരെ വേഗത്തിൽ ഈ ലോറിയെ മറികടക്കുകയും ഓപ്പോസിറ്റ് ഒരു KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ വന്നിട്ട് ഹെഡ് ഓൺ കൊളിഷൻ എന്നാണ് പറയുക, അത് നേരിട്ടിടിച്ചു. ഭാര്യയും ഭർത്താവും മരിച്ചു, രണ്ടുപേരും മരിച്ചു. ഗർഭത്തിലിരിക്കുന്ന കുട്ടി, അങ്ങനെ 3 പേര് മരിച്ചു. അതായത് 180 വർഷം. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, ജീവിത വർഷങ്ങൾ 180 ജീവിത വർഷങ്ങൾ, 3 ആളുടെയും 60 വർഷം വെച്ചിട്ടുള്ള 180 ജീവിത വർഷം അവിടെ ആ കുടുംബത്തിന് നഷ്ടമായി. അവരെന്തിനു വേണ്ടി അത് നഷ്ടപ്പെടുത്തി എന്ന് ചോദിച്ചാൽ എന്തിനാ? ഒരു 2-3 സെക്കൻഡിനോ മിനിറ്റിനോ വേണ്ടി അല്ലേ? നമ്മളൊരു ഓവർടേക്കിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഒരു വണ്ടിയെ മറികടക്കുക. അപ്പുറത്ത് നമുക്ക് വീണ്ടും ബ്ലോക്കും വണ്ടികളും തന്നെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് EABകളെ സംബന്ധിച്ച് ചെറിയ വണ്ടികളെ ഓവർടേക്ക് ചെയ്യാം, വലിയ വണ്ടികളെ ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലേ വരേണ്ട ഒന്നല്ല. അത്രയും ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് അവൈലബിൾ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മറ്റൊരു വാഹനം ഒതുക്കി നിങ്ങൾ ഓവർടേക്കിംഗ് അനുവദിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും വളവിലോ ഒന്നും ഓവർടേക്കിംഗ്. നമ്മുടെ ശീർഷപുരത്ത് തന്നെ ഒരു EAB ഡ്രൈവർ ഒരു കയറ്റം കയറി പോകുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സ്കൂട്ടർ 2 വീലറുകാരൻ പെട്ടു. സത്യത്തിൽ ഈ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് ഫുള്ളാണ്. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് അട്ടപ്പാടിയിൽ ഒരു ഡോർ അറ്റൻഡർ പിടിച്ചു നിന്ന അവരുടെ കയ്യിൽ നിന്ന് കൊതറി കുട്ടികൾ ഓടിപ്പോയി ആക്സിഡന്റ് ആയ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഡോർ അറ്റൻഡറുടെ ജോലി എന്താണ് ഡോർ അറ്റൻഡറുടെ ജോലി? വണ്ടിയിൽ നിന്ന് ഇറക്കി വിടലും കയറ്റലും അല്ല, ആണോ? ഡോർ അറ്റൻഡറാണ്. റോഡ് ക്രോസ് ചെയ്യിക്കേണ്ട ജോലി കൂടി ഡോർ അറ്റൻഡറുടെ ആണ്. നിങ്ങൾ അതുകൂടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഇറക്കണേന്റെ എതിർവശത്തേക്കാണ് കുട്ടി പോകണമെങ്കിൽ അത് കടത്തിവിടേണ്ട ഉത്തരവാദിത്വം കൂടി ഡോർ അറ്റൻഡർക്കാണ്. ഡോറിൽ നിന്ന് ഇറക്കി വിടൽ മാത്രമല്ല. അതുപോലെ നമുക്ക് യൂണിഫോം കുറച്ച് വർഷങ്ങളായി പറയുന്നുണ്ട്. കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും നമ്മുടെ സ്കൂളിന്റെ ടാഗും, ഇതാണ് നമ്മുടെ യൂണിഫോം. പിന്നെന്താ കളർ? എന്താ വണ്ടിയുടെ അറിയാലോ അല്ലേ? പിന്നെ അതിന്റെ റിബണിന്റെ കളറാ ഗോൾഡൻ ബ്രൗൺ. ടെക്നിക്കുകളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് നമ്മൾ ദൂരേക്ക് നോക്കി വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. അതായത് വണ്ടി ഓടിക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആളുകളോട് പറഞ്ഞിരുന്നത് നേരെ നോക്കിക്കൊണ്ട് ഓടിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃഷ്ണമണി നമ്മുടെ സാധാരണഗതിയിൽ ഡ്രൈവിങ്ങിൽ പറ്റുന്ന ചില അപകടങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിഴവുകൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാറ്റിയെടുക്കാൻ കൂടി ഈ ഡിഫൻസീവ് ഡ്രൈവിങ്ങിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. ഡിഫൻസീവ് ഡ്രൈവിങ്ങിൽ കൃഷ്ണമണി ചലിപ്പിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഒന്ന്. നമ്മൾ സാധാരണ കൃഷ്ണമണി ഇങ്ങനെ വെക്കും. നമ്മൾ തൊട്ടു മുന്നിൽ പോകുന്ന വണ്ടി, നമ്മുടെ വണ്ടി അതിന്റെ പിറകെ പിടിച്ചു പോകുന്ന ഒരു തെറ്റായ ഡ്രൈവിംഗ് രീതി നമുക്കറിയാതെ നമ്മളിൽ വന്നു ചേരും. നമ്മൾ മുന്നത്തെ വണ്ടിക്കാരൻ പോകുന്ന പോലെ തന്നെ നമ്മൾ പോകും. അവൻ ട്രാഫിക് ലൈറ്റ് തെറ്റിച്ച് പോയാൽ അവന്റെ പിറകെ പോവും. അവൻ സൈഡിലേക്ക് തിരിഞ്ഞ് അതിനനുസരിച്ച് നമ്മളെ വണ്ടി സൈഡിലേക്ക് പോകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ള വണ്ടികളുടെ ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങളുടെ വണ്ടി ഓടിക്കരുത്. നിങ്ങൾ സ്വതന്ത്രമായൊരു വാഹനമാണെന്ന് മറ്റുള്ളവരുടെ ചലനങ്ങൾ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ അതിനെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുക. ചുറ്റുപാട് നോക്കുക, ദൂരേക്ക് നോക്കുക. ഈ ദൂരേക്ക് നോക്കലിന് ഏറെക്കുറെ ഒരു 200 മീറ്റർ എങ്കിലും മുൻപിൽ ഉള്ള സാധനങ്ങൾ കാണണം. നിങ്ങളുടെ മുന്നിലുള്ള 200 മീറ്റർ എങ്കിലും നിങ്ങൾ കണ്ടിട്ട് വേണം വണ്ടി ഓടിച്ചു പോവാൻ. അത്രയും ദൂരത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾക്ക് വളവിലെത്തുമ്പോൾ നിങ്ങൾക്ക് 200 മീറ്റർ കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വേഗത കുറയ്ക്കണം. നമ്മൾ 200 മീറ്റർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് വെച്ചിട്ടാണ്. റോഡിൽ ദൂരമല്ല, സമയമാണ് അല്ലെ? നമ്മൾ ഒരിക്കലും ദൂരം വെച്ച് റോഡിൽ കണക്ക് പറയില്ല.
എന്താ പറയുക, സമയം വെച്ചിട്ടാ പറയുക. കാരണം നിങ്ങളുടെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ദൂരത്തിന് വലിയ പ്രസക്തി ഇല്ല. നിങ്ങൾ 40-ൽ പോകുമ്പോൾ ഉള്ള ഒരു യാത്രയല്ല നിങ്ങൾ 80-ൽ പോകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ദൂരത്തിന് പ്രസക്തി ഇല്ല, സമയത്തിനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വളവിൽ വേഗത കുറയ്ക്കണം, മഴയാവുമ്പോൾ വേഗത കുറയ്ക്കണം, ജംഗ്ഷൻ വരുമ്പോൾ വേഗത കുറയ്ക്കണം, അല്ലേ? അതിനാണ് നമ്മൾ ദൂരേക്ക് നോക്കി വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചുറ്റുപാടും നോക്കി വണ്ടി ഓടിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ഓടിക്കുമ്പോൾ ചുറ്റും നോക്കുക. അതായത് മുകളിൽ നോക്കണം, താഴെ നോക്കണം. നിർത്തിയിട്ട വണ്ടിയുടെ അടിയിൽ കൂടെയൊക്കെയാണ് ആളുകൾ വരിക. അപ്പൊ അതുകൊണ്ട് താഴെ നോക്കുക, ചുറ്റുപാടും നോക്കുക. അപ്പൊ നോട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും നോക്കിക്കൊണ്ടേ ഇരിക്കണം. എടുക്കുന്നതിന് മുൻപും നിർത്തുന്നതിന് മുൻപും നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് കൂടി നോക്കണം, തിരിഞ്ഞു നോക്കണം, ഷോൾഡർ തിരിച്ചു നോക്കണം. ഷോൾഡർ തിരിച്ചു നോക്കലാണ് ചുറ്റുപാട് നോക്കൽ. മറ്റൊന്ന് സുരക്ഷിത അകലം. നമ്മുടെ വാഹനവും തൊട്ടിൽ മുന്നിൽ പോകുന്ന വാഹനവുമായി നമ്മൾ കൃത്യമായി അകലം പാലിച്ചു വേണം വണ്ടി ഓടിക്കാൻ. അപ്പൊ സുരക്ഷിതമായി എത്ര അകലം വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് കാർ ലെങ്ത് മെത്തേഡ് എന്നാണ് പറയുക. അതായത് ഒരു കാറിന്റെ ദൂരം ഓരോ 15 കിലോമീറ്റർ വേഗതയ്ക്കും ഒരു കാറിന്റെ ദൂരം മുന്നിലിടുക. നിങ്ങൾ 15 കിലോമീറ്റർ വേഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലെ വണ്ടിയുമായി ഒരു കാറിന്റെ അകലം ഇടുക. നിങ്ങൾ 30 കിലോമീറ്ററിലേക്ക് വേഗത കൂടിയെങ്കിൽ അവിടെ എത്ര വേണം? 2 കാറിന്റെ അകലം മുന്നിൽ വേണം. നിങ്ങൾ 45 കിലോമീറ്ററിൽ എത്തുമ്പോൾ ഒരു 3 കാറിന്റെ അകലമെങ്കിലും മുന്നിൽ ഇടുക. ആ അകലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വണ്ടി നിർത്താൻ സാധിക്കുള്ളൂ. ഉദ്ദേശിച്ച അവനെ തട്ടാതെ നിർത്താൻ സാധിക്കുള്ളൂ. മറ്റൊന്ന് കാഴ്ച ഡിസ്ട്രാക്ഷൻ ആയാലും വെള്ളം കുടിക്കലായാലും ഫോൺ പാട്ട് മാറ്റലായാലും ഇത്തരം ഡിസ്ട്രാക്ഷൻസ് ഡ്രൈവിങ്ങിന്റെ ഒപ്പം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ദേഷ്യം പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ദേഷ്യം വെച്ചുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ ആ ദേഷ്യമായാലും ആ യാത്രക്കാരോടുള്ള ദേഷ്യമായാലും നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവുന്ന കാഴ്ചയിൽ നിന്ന് വന്ന ദേഷ്യമാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഡ്രൈവിങ്ങിനെ വളരെ മോശമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഇതെല്ലാം നമ്മുടെ ഡിഫെൻസീവ് ഡ്രൈവിംഗ്, അതായത് പ്രതിരോധാത്മകമായ ഡ്രൈവിംഗ് രീതിയാണ്. അത്തരം രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ റോഡിനെ കൃത്യമായി മനസ്സിലാക്കുക. അവിടെയുള്ള സൈൻ ബോർഡുകൾ, അല്ലെ, സ്പീഡിന്റെ ബോർഡ് ഉണ്ടാവാം, മാർക്കിംഗ് ഉണ്ടാവാം. എന്താ ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ മാർക്കിംഗ് ഉണ്ട്. ഏതൊക്കെ മാർക്കിംഗ് ഉണ്ട്? സീബ്ര ലൈൻ ഉണ്ട്, അല്ലെ? സീബ്ര ലൈൻ എന്തിനാണ്? റോഡ് മുറിച്ച് കടക്കാനുള്ളവർക്കാണ്. അപ്പൊ നമ്മൾ എവിടെ നിർത്തണം വണ്ടി? സീബ്ര ലൈനിന്റെ അതിന് മുന്നിൽ 2 വര ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന് പേരെന്താ? സ്റ്റോപ്പ് ലൈൻ എന്ന് പറയും. 2 വര കാണും റോഡിന് കുറുകെ, അല്ലെ? അവിടെയാണ് നമ്മൾ നിർത്തി കൊടുക്കേണ്ടത്. അല്ല സീബ്രയോട് ചേർന്ന് അവന് നടക്കാനുള്ള ഒരു സ്ഥലം മാത്രം വിട്ടുകൊണ്ട് നിർത്തുകയല്ല, സീബ്ര ലൈനിൽ വണ്ടി നിർത്തി കൊടുക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാണ്, നിങ്ങൾ EAB ഓടിച്ചു പോകുന്നു, ഒരാളൊരു സീബ്രയുടെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് നമുക്ക് ഓടിച്ചു പോവാം, അയാൾ അവിടെ നിന്നോളും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ലൈനിൽ വണ്ടി നിർത്തിയിട്ട് അയാൾക്ക് കടന്നു പോവാനുള്ള ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ നിങ്ങളുടെ വണ്ടി നിർത്തൽ ആ ബസ്സിലിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടാക്കുന്ന വലിയ പാഠമുണ്ട്. അത് ഞാനിവിടെ നിന്ന് 1 മണിക്കൂർ പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയി പറഞ്ഞാലും ആ കുട്ടികൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിർത്തി കൊടുക്കാം. ആള് ഭംഗിയായിട്ട് മുറിച്ചു കിടക്കുന്നു, അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കുന്നു. ഈ ഒറ്റ പ്രവർത്തി കൊണ്ടിരിക്കുന്ന തന്നെ ആ ബസ്സിലിരിക്കുന്ന മുൻഭാഗത്തെ കുട്ടികൾക്കെങ്കിലും സീബ്ര ലൈൻ ഇങ്ങനെയുള്ള ഒരു സാധനമാണ്, അവിടെ നിർത്തി കൊടുക്കുന്നത് ഒരു മാന്യതയാണ് എന്ന് മനസ്സിലാവും. അത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അതാ കുട്ടി വലുതാവുമ്പോൾ അവന്റെ മനസ്സിൽ നിങ്ങൾ ആ സീബ്ര ലൈനിൽ വയസ്സായ ഒരു സ്ത്രീക്ക് വേണ്ടി വണ്ടി നിർത്തി കൊടുത്തത് ഓർമ്മയുണ്ടാവും. അതുപോലെ നമുക്ക് മാർക്കിങ്ങുകൾ ഉണ്ട്. പോക്കറ്റ് റോഡുകളൊക്കെ റീഡ് ചെയ്യാൻ നമുക്ക് അറിയണം. എങ്ങനെ റീഡ് ചെയ്യും? നമ്മുടെ 2 വശത്തും സൈഡിലുണ്ട്, നടുവിലുണ്ട് മാർക്കിംഗ്, അല്ലെ? വെള്ള വരകളുണ്ട്, മഞ്ഞ വരകളുണ്ട്. ഏതാ മാർക്കിങ്? തുടർച്ചയായ വെള്ള വര നടുവിൽ കാണാം. ഇവിടെ ഈ കയറ്റത്തിലൊക്കെ ഉണ്ട്. എന്താ അത് മുറിച്ച് കടക്കണ്ടാത്ത ലൈനാണ്. ഒരിക്കലും നിങ്ങൾ ക്രോസ് ചെയ്തു പോകരുത്. ആ വശത്തുകൂടെ മാത്രം ഓടിക്കണം. അത് അപകടം പിടിച്ച വഴിയാണ്. അത് ഓവർടേക്ക് ചെയ്യുന്നത് കാഴ്ചയില്ലാത്ത ഭാഗത്തേക്കാണ്. അപകട സാധ്യത വളരെ കൂടുതലാണ്. ആ സ്ഥലത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യരുത്. പിന്നെ വശത്തും ഇതുണ്ട്, കാരേജ് വേ എന്ന് പറയും നമ്മുടെ, അല്ലെ? വശങ്ങളിൽ ഈ വര വരച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പുറം നമുക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലമല്ല. അവിടെ ഒരിക്കലും നമ്മൾ വണ്ടി ഓടിക്കരുത്. നമ്മൾ മണ്ണാർക്കാട് ടൗണിലൊക്കെ നിറയുണ്ട്, പക്ഷെ അത് കൂടെ ഒക്കെ ആളുകൾ വണ്ടി ഓടിച്ചു പോകും. അത് പാർക്ക് ചെയ്യാനും സൈക്കിൾ യാത്രക്കാർക്കുമുള്ള പാതയാണ്, കാരേജ് വേ അല്ല. അവിടെ വണ്ടി ആക്സിഡന്റ് ആയാൽ ഇൻഷൂർ പോലും കിട്ടില്ല. അതാണ് അതിന്റെ പ്രശ്നം. അവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ബാക്ക് പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇൻഷൂർ പോലും കിട്ടില്ല. അപ്പൊ അത്
നമ്മളത് അത്തരം നിയമങ്ങളൊക്കെ, അത്തരം മാർക്കിങ്ങുകൾ, റോഡിന്റെ ഭാഷയാണ് ഈ പറയുന്ന റോഡ് മാർക്കിങ്ങുകൾ. ആ ഭാഷ ഒരു ഡ്രൈവർക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഈ നടുവിലെ ലൈന് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കാണും അല്ലെ? ബ്രേക്ക് ചെയ്താൽ എന്താ, അത് വേണമെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് കടക്കാം. അത് ജസ്റ്റ് ഒരു പാർട്ടീഷനാണ്. അതിന്റെ ആ വശത്ത് പോകുന്നവർ ഇപ്പുറത്ത്, മറ്റേ സൈഡിലുള്ളവർക്ക് ഓപ്പോസിറ്റും. ഇനി ഇതിൽ തന്നെ ഇതിന്റെ ലെങ്ത് കൂടും. ഈ ബ്രേക്ക് ചെയ്ത ലൈനുകളുടെ നീളം കൂടി ഗ്യാപ്പ് കുറഞ്ഞു വരും. അതിനെ നമ്മൾ ഹസാർഡ് ലൈൻ എന്ന് പറയും. ഹസാർഡ് ലൈൻ. ഹസാർഡ് ലൈൻ എവിടെ കണ്ടിട്ടുള്ളത്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഹസാർഡ് ലൈൻ? നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുൻപ്, ടൗണിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ്, എല്ലാ ടൗണുകളിലും നിങ്ങൾ ഇങ്ങനെ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമ്മൾ തച്ചമ്പാറയോ അല്ലെങ്കിൽ മണ്ണാർക്കാടോ എവിടെയെങ്കിലുമൊക്കെ ടൗണിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഈ വര കാണാം. ഈ നടുവിലെ വരയുടെ നീളം കൂടി ഗ്യാപ്പ് കുറഞ്ഞിട്ട് കാണാം. അതിന് നമ്മൾ ഹസാർഡ് ലൈൻ പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഇത് കണ്ടാൽ തന്നെ മതി എന്ത്, ഒരു ജംഗ്ഷൻ വരുന്നു എന്ന് മനസ്സിലാക്കാൻ. ആ ജംഗ്ഷനിലെത്തി തിരക്ക് കാണേണ്ട ആവശ്യമില്ല. അതുപോലെ പോക്കറ്റ് റോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ വരച്ച ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കുന്തിപ്പുഴയിലൊക്കെ പോയാൽ നമ്മുടെ ആ ബൈപ്പാസ് എത്തുന്നതിന് മുൻപ് നമുക്ക് ദൂരേനെ കാണാം, ബൈപ്പാസിന്റെ അവിടെ മുറിച്ച് കാണാം. ഇപ്പുറത്തെ അപ്പുറത്തെ നമ്മൾ പോത്തോഴിക്ക് പോകുന്ന ആ റോഡിന്റെ അവിടെ മുറിച്ചിട്ടുണ്ടാവും. എവിടെയൊക്കെ പോക്കറ്റ് റോഡ് ഉണ്ടോ അവിടെ എല്ലാം ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് റോഡ് ഓടിക്കുമ്പോൾ നമ്മൾ ഈ ലൈനുകളൊക്കെ റീഡ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ നമുക്ക് റോഡിന്റെ എവിടെയാണ് പോക്കറ്റ് റോഡ് വരുന്നത്, എവിടെയാണ് ഒരു ജംഗ്ഷൻ വരാൻ പോകുന്നത്. അതുപോലെ സീബ്ര ക്രോസിംഗ്. ഇപ്പൊ നിലവിൽ നമ്മുടെ ഇവിടെ ആ മാർക്കിംഗ് വന്നിട്ടില്ല. സത്യത്തിൽ സീബ്ര ക്രോസിംഗ് വരുന്നതിന് മുന്നോടിയായിട്ട് സൈഡിലെ ലൈന് സിക്സാഗ് ആക്കും. ഇങ്ങനെ സിക്സാഗ് രൂപത്തിലാവും. അപ്പൊ നമുക്ക് അറിയാം സീബ്ര ക്രോസിംഗ് മുന്നിലുണ്ട് എന്ന്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ധാരണ സീബ്ര ക്രോസിംഗ് റോഡ് മുറിച്ചു കടക്കുന്നവനുള്ളതാണ്. റോഡ് മുറിച്ചു കടക്കുന്നവന് ഉള്ള ലൈനല്ല, അത് ഡ്രൈവർക്ക് നിർദ്ദേശം തരുന്ന ലൈനാണ്. അവിടെ ഒരാൾ റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കൊടുക്കണമെന്നാണ്. അല്ലാതെ അവൻ നടുവിലേക്ക് കയറിയതിന് ശേഷമല്ല നമ്മൾ നിർത്തേണ്ടത്. സീബ്ര ക്രോസിംഗിന്റെ മറ്റൊരു പ്രത്യേകത, അവിടെ വെച്ച് ആളെ ഇടിച്ചാൽ മനഃപൂർവ്വമായ നരഹത്യയാണത്. മറ്റേ റോഡിലൊന്നും മനഃപൂർവ്വം അല്ലാത്ത നരഹത്യയാണ്. സീബ്ര ക്രോസിംഗിൽ മനഃപൂർവ്വമുള്ള നരഹത്യയാണ്. നമ്മൾ നേരത്തെ ആരൊക്കെയോ ഈ മൊബൈൽ ഫോൺ പോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. EIB ഡ്രൈവർമാരുടെ യോഗ്യത അല്ലെ എല്ലാവർക്കും അറിയാലോ. എന്താണ്, ഏത് ക്ലാസ് ഓഫ് വാഹനമാണോ നമ്മൾ ഓടിക്കുന്നത് ആ വാഹനം ഓടിച്ച് 10 വർഷത്തെ പരിചയം, ഡ്രങ്കൺ പോലുള്ള അല്ലെങ്കിൽ 180 അപകടകരമായ വാഹനം ഓടിച്ചതിന്റെ പേരിലുള്ള ലൈസൻസ് സസ്പെൻഷൻ കഴിഞ്ഞ ആളുകൾക്ക് ഇതിന് ഓടിക്കാൻ യോഗ്യരല്ല. അപ്പൊ നിയമം അത്ര മനോഹരമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നടപ്പാക്കിയാൽ മതി. അപ്പൊ ഈ പറയുന്ന ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം വണ്ടി ഓടിക്കുമ്പോൾ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇനി നമുക്ക് ഈ പറയുന്ന സ്കൂളിന്റെ ഉള്ളിൽ, നമ്മൾ സാധാരണ ഇതിൽ സ്കൂളിന്റെ ഉള്ളിലാണ് ഒരു അപകടം നടക്കുന്ന ഒരു ചില ഇത് വരുന്നത്. എങ്ങനെയാണ് സ്കൂളിന്റെ ഉള്ളിൽ നമ്മൾ വണ്ടി അപകടം ഉണ്ടാവുന്നത്? സ്കൂൾ കോമ്പൗണ്ടിൽ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ അത് മനസ്സിലായി, ഇതാണ് ശ്രദ്ധ അശ്രദ്ധ അല്ലെ. സ്കൂളിന്റെ ഉള്ളിൽ, കോമ്പൗണ്ടിനുള്ളിൽ കുട്ടികൾ അശ്രദ്ധരാവും, ഉറപ്പല്ലേ? റോഡിലുള്ള ശ്രദ്ധ കുട്ടികൾക്ക് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഉണ്ടാവില്ല. അത് തന്നെയാണ് സ്കൂളിന്റെ ഉള്ളിൽ അപകടം ഉണ്ടാവുന്നതിന് പ്രധാന കാരണം. അപ്പൊ അത് മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്കൂളിന്റെ പുറത്ത് കാണിക്കുന്നതിന്റെ ഇരട്ടി ശ്രദ്ധ സ്കൂളിനകത്ത് കൊടുക്കണം. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇരട്ടി ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ രാവിലെയൊക്കെ പോയി വണ്ടി എടുക്കുമ്പോൾ നമ്മൾ കുട്ടികളെ പോലും പ്രതീക്ഷിക്കില്ല ചിലപ്പോൾ. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് രാവിലെയൊക്കെ ചിലപ്പോൾ നേരത്തെ എത്തിയവരുണ്ടാവാം അല്ലേ? നിങ്ങൾ കുറച്ച് എത്താൻ വൈകി ഓടി ചെന്ന് വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ചിലപ്പോൾ അതിന്റെ ബാക്കിൽ എന്താ എഴുതിയത്, കാരണം അപ്പോഴാണല്ലോ അവർക്ക് ടീച്ചർമാരൊന്നും ഇല്ലാതെ കൃത്യമായി ഇതൊക്കെ നോക്കി തൊട്ട് വണ്ടീനൊക്കെ തൊടാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ആളുകൾ അശ്രദ്ധമായ കുട്ടികൾ ചിലപ്പോൾ വണ്ടിയുടെ ചുറ്റുമുണ്ടാവാം. നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും സ്കൂളിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നതുമായിട്ടുള്ള സ്ഥലം, അവിടെയൊക്കെ നിങ്ങൾക്ക് എത്ര വേഗത കുറയ്ക്കാവോ, എത്ര ശ്രദ്ധ കൊടുക്കാവോ അത്രയും കൊടുക്കുക.